ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇസയുടെ അതുപോലെ മിലിയുടെ പ്രണയതാണ്ഡവം എന്ന സ്റ്റോറി ഇന്ന് തൊട്ട് തുടങ്ങുവാണ്. അസുരന്റെ കുഞ്ഞിപ്പെണ്ണ് സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും നമ്മുടെ പുതിയ സ്റ്റോറി സപ്പോർട്ട് ചെയ്തേക്കണേ. കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോളേജ് അതാണ് മഹാരാജാസ് കോളേജിലെ ആൺകുട്ടികളുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്ന, എന്നാൽ ആരെയും അത്ര പെട്ടെന്ന് അങ്ങോട്ട് അടുപ്പിക്കാത്ത കാലിപ്പത്തിയായിരുന്നു മിലാന റാഹേൽ മാത്യു. ബസ്സിൽ നിന്നിറങ്ങി കാതിൽ ഇയർഫോണും തിരുകി ഒരു കൈ ബാഗിന്റെ സ്ക്രാപ്പിൽ മുറുകി പിടിച്ച് അവൾ ക്യാമ്പസ് റോഡിലൂടെ നടന്നു. ചുറ്റുമുള്ള ലോകമൊന്നും റാഹേലിനൊരു വിഷയമേ ആയിരുന്നില്ല. പക്ഷെ ആ സമാധാനം അധിക നേരം നീണ്ടു നിന്നില്ല. പെട്ടെന്നാണ് കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ഒരു മോഡിഫൈഡ് ബൈക്ക് അവളുടെ തൊട്ടു മുന്നിലേക്ക് പാഞ്ഞു വന്ന് സൈഡിലേക്ക് വെട്ടിച്ചു നിർത്തിയത്. ടയർ റോഡിൽ ഒരഞ്ഞു. തീ പിടിച്ച ശബ്ദം. പെട്ടെന്നുള്ള ഷോക്കിൽ റാഹേൽ ഒരു നിമിഷം പിന്നോട്ട് ആഞ്ഞുപോയി. ചെവിയിൽ നിന്ന് ഇയർഫോൺ വലിച്ചൂരിയ റാഹേലിന്റെ കണ്ണുകളിൽ അപ്പോൾ കത്തുന്നുണ്ടായിരുന്നത് വെറും ദേഷ്യമല്ല, അഗ്നി തന്നെയായിരുന്നു. എടോ, തനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ വീട്ടിലിരിക്കണം. മനുഷ്യന്റെ നെഞ്ചത്തോട്ട് കയറ്റാനാണോ തന്ത വാങ്ങി തന്ന വണ്ടിയുമായി ഇറങ്ങിയിരിക്കുന്നത്? അവളുടെ ശബ്ദം ആ റോഡിൽ മുഴങ്ങി. ബൈക്കിലിരുന്ന ചെറുപ്പക്കാരൻ സാവധാനം ഹെൽമറ്റ് ഊരി ബൈക്കിന്റെ ടാങ്കിന്റെ മുകളിൽ വെച്ചു. മൂടിയൊന്ന് ഒതുക്കി. ചുണ്ടിൽ ഒരു വശ്യമായ പുച്ഛച്ചിരിയുമായി അവൻ അവളെ ഒന്ന് നോക്കി. റോഡിന്റെ നടുവിലൂടെ ഇയർഫോണും കുത്തി സർക്കസ് കാണിച്ച് നടന്നാൽ വണ്ടി നിന്റെ നെഞ്ചത്ത് തന്നെ കയറിയെന്ന് വരും. വലിയ സീനൊന്നും ഉണ്ടാക്കാതെ പോടി പെണ്ണേ. ആരാടാ നിന്റെ പെണ്ണ്? ഞാൻ എവിടെ കൂടെ നടന്നാലും തനിക്കെന്താടോ? റോഡ് തന്റെ തറവാട്ട് വകയൊന്നും അല്ലല്ലോ. റാഹേൽ ഒരു ചുവട് മുന്നോട്ട് വെച്ച് അവന്റെ കണ്ണുകളിലേക്ക് വിരൽ ചൂണ്ടി അവന് നേരെ ആക്രോശിച്ചു. കോളേജ് വഴിയിലൂടെ പോയ വിദ്യാർത്ഥികളെല്ലാം നടപ്പ് നിർത്തി. ക്യാമ്പസിലെ പുതിയൊരു തീക്കൊള്ളിയും ഇടിവെട്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന്റെ ലക്ഷണമായിരുന്നു അത്. രാവിലെ തന്നെ എന്റെ മൂട് കളയാൻ വന്നിരിക്കുകയാണ്. നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാനോ പറയാനോ ആരുമില്ലേടി? അവന്റെ സ്വരത്തിൽ ദേഷ്യം ഇരച്ചു കയറി. ഇല്ലടാ, ചോദിക്കാൻ തന്തയിടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാരോട് വന്ന് ചോദിക്കാൻ പറ. എടി, അവൻ ബൈക്കിൽ നിന്നിറങ്ങാൻ തുനിഞ്ഞു. എന്താടാ, ഒന്ന് പോടാ അവിടുന്ന്. അവൾ ഒട്ടും ഭയമില്ലാതെ അവന്റെ നേരെ പാഞ്ഞെടുത്തു. ബൈക്കിൽ നിന്റെ മേത്ത് തട്ടിയില്ലല്ലോ, പിന്നെന്തിനാ ഈ ചീപ് ഷോ? തട്ടിയിരുന്നെങ്കിൽ നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടന്ന് എണ്ണിയേനെ ഞാൻ ആരാണെന്ന്. ഈ ഡയലോഗൊക്കെ നിന്റെ കയ്യിലിരിപ്പുള്ളവന്മാരുടെ അടുത്ത് എടുത്താൽ മതി. ഇവിടെ വില പോകില്ല. തരത്തി പോയി കളിക്ക്. അവൻ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കത്തോടെ അവളെ ഒന്ന് നോക്കി. ഇത് ഡയലോഗല്ല മോളെ, നിനക്കുള്ള ആദ്യത്തെ അവസാനത്തെ വാണിംഗ് ആണ്. ആരാടാ നിന്റെ മോള്? ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന കോളേജ് പിള്ളേരിൽ നിന്ന് ആരോ വിസിൽ മുഴക്കി. അത് കേട്ടതും അവൻ അവരെ ഒന്ന് നോക്കി പേടിപ്പിച്ച ശേഷം റാഹേലിന് നേരെ തിരിഞ്ഞു. അല്ല, അത്രയ്ക്ക് തന്തയിടമാണെങ്കിൽ പേരെന്താന്നോട് പറഞ്ഞിട്ട് പോ. അറിഞ്ഞിട്ട് നിന്റെ റേഷൻ കാർഡിൽ പേര് ചേർക്കാനല്ലല്ലോ. സോ അറിയേണ്ട ഒരു കാര്യവുമില്ല. എനിക്കറിയണം എങ്കിൽ താൻ പോയി അന്വേഷിക്ക്. അവന്റെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ മറുപടി നൽകി റാഹേൽ തിരിഞ്ഞു നടന്നു. അവൻ ബൈക്കിൽ ഇരുന്നു കൊണ്ട് അവളുടെ ആ പോക്ക് നോക്കി നിന്നു. ചുണ്ടിലൊരു വന്യമായ ചിരി വിടർന്നു. ഇവള് കൊള്ളാമല്ലോ, ഒരൊന്നൊന്നര ഐറ്റം തന്നെ. അവൻ സ്വയം പെറുപെറുത്തു. കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോഴും റാഹേലിന്റെ ഉള്ളിൽ ആ കലിപ്പും ദേഷ്യവും അടങ്ങിയിരുന്നില്ല. രാവിലെ തന്നെ ഒരു അലവലാതി കാരണം മൈൻഡ് മൊത്തം പോയി. എന്നാൽ മെയിൻ ബിൽഡിങ്ങിന് മുന്നിൽ എത്തിയപ്പോഴാണ് ക്യാമ്പസ് ശരിക്കും പുകയാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവിടെ വലിയൊരു വിദ്യാർത്ഥി കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. KSUSFI പ്രവർത്തകർ പരസ്പരം വിരൽ ചൂണ്ടി ഷട്ടിൽ കുത്തിപ്പിടിക്കാൻ പാകത്തിൽ കൊമ്പ് കോർക്കുകയാണ് അവർ. ഈ വശത്തെ മതിൽ ഞങ്ങൾ പോസ്റ്റ് ഒട്ടിക്കാൻ വെച്ചതാ, അതിൽ തൊട്ട നിന്റെയൊക്കെ കൈ ഞങ്ങൾ വെട്ടും. ഒരു കൂട്ടർ ആക്രോശിച്ചു. നിന്റെയൊക്കെ ഭീഷണി കൈ വെച്ചാ മതി. ഇതെന്താ നിന്റെ അപ്പന്റെ വകയാണോടാ? ഈ മതിൽ ഇവിടെ എല്ലാവർക്കും കൂടി ഉള്ളതാ. മറുഭാഗവും ഒട്ടും കുറച്ചില്ല. ഇന്നലെ രാത്രി ഞങ്ങളുടെ പോസ്റ്റർ കീറിയത് ആരാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് ചോദിക്കാൻ വന്നാൽ തിരിച്ചു ചോദിക്കാനും ഞങ്ങൾക്കറിയാം. അന്തരീക്ഷത്തിൽ മുദ്രാവാക്യങ്ങൾ ഇരമ്പി. വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് നീങ്ങുമെന്ന അവസ്ഥയായപ്പോൾ അധ്യാപകർ ഓടിയെത്തി. എല്ലാവരും ഒന്ന് മാറി നിൽക്ക്, പ്രശ്നം ഉണ്ടാക്കരുത്. ഇതൊരു കോളേജാണ്, അല്ലാതെ ചന്തയല്ല. പ്രൊഫസർമാർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നെങ്കിലും ആരും അത് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലായിരുന്നു. റാഹേൽ ദൂരെ മാറി നിന്ന് ഈ കാഴ്ച കണ്ടു മടുത്ത് നെടുവേർപ്പിട്ടു.
അപ്പോഴേക്കും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അനഘ ഓടി അടുത്തെത്തി. ഡി റാഹേൽ, നീ എവിടെയായിരുന്നോ? ഇവിടെ വലിയ സീനാണ്. അതേടി, ഞാൻ കാണുന്നുണ്ട്. അല്ല, ഇന്നെന്താ ഇവിടുത്തെ വിഷയം? യൂണിയൻ ഇലക്ഷന്റെ പോസ്റ്റർ ഒട്ടിച്ചതുമായി ബന്ധപ്പെട്ട മിലി ഇന്നത്തെ ഇവരുടെ അടി. ഇന്നലെ രാത്രി ആരോ ഒരു ഗ്രൂപ്പിന്റെ പോസ്റ്റർ മൊത്തം കീറി കട്ടൗട്ടുകൾ തകർത്തിരുന്നു. അതിന്റെ ബാക്കിയാ ഈ കാണുന്ന പുകലൊക്കെ. ഇത് പഠിക്കാൻ വരുന്ന കോളേജാണോ അതോ ഇവന്മാരുടെയൊക്കെ യൂണിയൻ ഓഫീസാണോ? ഇന്നും ക്ലാസ് നടക്കുമെന്ന് തോന്നുന്നില്ല മോളെ, റാഹൽ നിരാശയോടെ പറഞ്ഞു. അനഘ എന്തോ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴാണ് ആ അടിപിടിയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരുത്തന്റെ നേരെ റാഹലിന്റെ കണ്ണുകൾ ഉടക്കിയത്. വലിയ ശബ്ദത്തിൽ മുദ്രാവാക്യം വിളിച്ച് ആ അടിയുടെ സെന്ററിൽ നിന്ന് രണ്ട് കൂട്ടരെ മാറ്റി നിർത്തി നിയന്ത്രിക്കുന്നത് മറ്റാരുമായിരുന്നില്ല. മാറി നിൽക്കട അങ്ങോട്ട്, നിന്നോടൊക്കെയല്ലേ കുറെ നേരമായി പറയുന്നത്. ആ ശബ്ദം അവൾ ഒന്നുകൂടി നോക്കി. അതെ, രാവിലെ റോഡിൽ വെച്ച് തന്നോട് തല്ലുകൂടിയ അതേ ബൈക്കുകാരൻ. ഈ കാലമാടൻ ഇവിടേക്കായിരുന്നോ? അല്ല, ഇവൻ ഇനി എന്ത് കോക്കനട്ടാണ് കാണിക്കാൻ പോണത്? അവൾ ചിന്തിക്കും മുന്നേ അവളുടെ ധാരണകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അടുത്ത നിമിഷം അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അടിയുണ്ടാക്കാൻ നിന്ന വിദ്യാർത്ഥി നേതാക്കൾ പോലും അവൻ പറയുന്നത് കേട്ട് ഒതുങ്ങി മാറി നിൽക്കുകയാണ്. ചുറ്റും നിന്ന അധ്യാപകർ പോലും അവന് വഴിമാറി കൊടുത്തു. അപ്പോഴാണ് അവന്റെ കയ്യിലിരുന്ന ഫയലുകളും ID കാർഡും റാഹലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എല്ലാവരും ഇവിടുന്ന് ദയവായി പിരിഞ്ഞു പോവുക, ഇലക്ഷനൊക്കെ അതിന്റെ രീതിക്ക് തന്നെ നടക്കട്ടെ എന്ന് കരുതി ക്ലാസ് ടൈമിൽ ഇവിടെ ഒരു ബഹളം മാനേജ്മെന്റ് അനുവദിക്കില്ല. അങ്ങനെ മാനേജ്മെന്റിന് വിപരീതമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിക്കുന്നവർക്ക് പിന്നെ എന്നേക്കുമായി വീട്ടിലിരിക്കാം, അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു നിർത്തി. അവന്റെ ആ വാക്കുകളിലെ അധികാര ഉറപ്പും അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി നേതാക്കൾ പോലും ഒരു നിമിഷം തണുപ്പിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. മാനേജ്മെന്റിന്റെ കടുത്ത നടപടിയെ ഭയന്ന് രണ്ടു ഭാഗത്തു നിന്നും മുദ്രാവാക്യം വിളിച്ചവർ പതിയെ അവിടെ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങി. അടിപിടിയുടെ വക്കോളമെത്തിയ ക്യാമ്പസ് അന്തരീക്ഷം നിമിഷ നേരം കൊണ്ടാണ് അയാളുടെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കൊണ്ട് ശാന്തമായത്. അവന്റെ ആ ഗാംഭീര്യവും ആജ്ഞാശക്തിയും കണ്ട് റാഹൽ ശരിക്കും ഒരു നിമിഷം ഇഴിച്ചു നിന്നുപോയി. ഇനി നിങ്ങളെല്ലാം എന്നാ നോക്കി നിൽക്കുക, പിള്ളേരെ ക്ലാസ്സിൽ കയറി പോകാൻ നോക്ക്. പ്രിൻസിപ്പൽ രാമനാഥൻ എല്ലാവരും ഓടിച്ചു. മിലിയും അനഘയും ക്ലാസ്സിലേക്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് മിലി പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. അവിടെ സാറുമാരുമായി സംസാരിച്ചു നിൽക്കുന്ന ആ ബൈക്കുകാരിൽ മാത്രമായിരുന്നു അവളുടെ ശ്രദ്ധ. എടി, അതാരാ? മിലി അനഘയോടായി കാര്യങ്ങൾ തിരക്കി. ഓഹോ, അപ്പൊ നിനക്ക് ആളെ പിടികിട്ടിയില്ലേ കൊച്ചെ? അതാണ് നമ്മുടെ സ്റ്റെഫീന മാമിന് പകരം ചാർജ് എടുത്ത പുതിയ സാറ്. ആളൊരു മുരടനാണെന്നൊക്കെയാ കേൾവി. പേരൊക്കെ വലിയ ഗുമ്മുള്ളതാണ്. ഇസഹാക്ക് കാലിബ് മൈക്കിൾ. ഏതോ വലിയ തറവാട്ടിലെ വലിയ പുള്ളിയാണ്. അനഘ തട്ടിവിട്ട്. ഇവന്റെ പേര് ഇസഹാക്ക് കാലിബ് മൈക്കിൾ എന്നല്ലായിരുന്നു ഇടേണ്ടത്. പിശാചെന്ന് വേണം. മനുഷ്യന്റെ ജീവൻ എടുക്കാൻ വന്ന് കാട്ടാളൻ. നീ എന്നതാ എന്റെ പേര് തുറക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉച്ചത്തിൽ പറ, അല്ലാതെ എനിക്കെങ്ങനെ മനസ്സിലാവാനാ? കാര്യം മനസ്സിലാവാതെ അനഘ അവൾക്ക് നേരെ ഒന്ന് തുള്ളി. ഒന്നുമില്ല, നീ നിന്ന് തുള്ളാതെ വരാൻ നോക്ക്. എടാ പെണങ്ങാതെ കൊച്ചേ, എന്റെ മിലുക്കൊച്ചേ, നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല, അതല്ലേ? ഒന്നും മനസ്സിലാകാതിരിക്കുന്നതാ നല്ലത്. ഈ മോന് പെണ്ണുങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല. ഇവർക്ക് വാദ്യരായിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ കാര്യം പിന്നെ പറയണ്ട. ഒന്ന് പോവച്ചേ, ഇവിടേക്ക് ഈ പുള്ളിക്ക് ഭയങ്കര ഇമേജ് ആണ്. ഇന്ന് രാവിലെ ഞാൻ ആ നോട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് പോയി. അന്നേരം മൊത്തം സാറുമാരും ടീച്ചർമാരും എല്ലാം പുതിയ വരുന്ന സാറിനെ കുറിച്ചുള്ള വർത്തമാനമായിരുന്നു മോളെ. ഡൽഹിയിലെ ഏതോ വലിയ കൊമ്പത്ത് കോളേജിൽ നിന്ന് കെമിസ്ട്രിക്ക് റാങ്ക് വാങ്ങിച്ച ടീമൊക്കെയാണ്. പിന്നെ നമ്മുടെ കോളേജിന്റെ മാനേജ്മെന്റിലൊക്കെ പുള്ളിക്ക് നല്ല കയ്യുണ്ട്. മനസ്സിലായില്ല? പിരികമൊന്ന് ഉയർത്തിക്കൊണ്ട് മിലി അത് ചോദിക്കുമ്പോൾ അതിന്റെ ബാക്കി എന്നോണം അനഘ പറഞ്ഞു തുടങ്ങി. എന്റെ കൊച്ചേ, നമ്മുടെ ഈ കോളേജ് ഒരു മാനേജ്മെന്റ് ആണെന്ന് നിനക്കറിയാമല്ലോ. ഇതിനകത്ത് ഈ പുള്ളിയുടെ കുടുംബക്കാരുടെ വക ഷെയറൊക്കെ ഒത്തിരി ഉണ്ട്. ഏതാണ്ട് 53% പുള്ളിയുടെ കുടുംബക്കാരുടെയാ. ഏതാണാവോ അത്ര വലിയ കുടുംബം? രാവിലത്തെ വഴക്ക് മനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവന്റെ കുടുംബക്കാരെ വരെ സ്മരിച്ചതായിരുന്നു നമ്മുടെ കൊച്ച്. ഞാനതൊക്കെ നമ്മുടെ ലാബിലെ കറിയാച്ചേട്ടനോട് ചോദിച്ചറിഞ്ഞതായിരുന്നു മോളെ. കോട്ടയം ജില്ലയിലെ കുമരകത്തിന് സമീപം താമസിക്കുന്ന ഒരു ലത്തൻ കത്രിക കുടുംബമാണ് കുളങ്ങര കുടുംബം. കുടുംബത്തിലെ അംശങ്ങൾ ദൈവവിശ്വാസവും കുടുംബ ബന്ധവും ഏറെ വിലമതിക്കുന്നവരാണ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം ചെന്ന ആളാണ് മൈക്കിൾ, ഈ കുടുംബത്തിന്റെ നാഥൻ. അദ്ദേഹത്തിന്റെ ഭാര്യ റീത്തമ്മ മരിച്ചിട്ട് വർഷങ്ങളായി. ഇവർക്ക് 3 മക്കളാണുള്ളത്. അതിനകത്ത് ഒരെണ്ണം മാത്രം ഇപ്പൊ നാട്ടിലുള്ള കർഷകശ്രീ അവാർഡ് വാങ്ങിച്ച മാത്യു. ആ
മത്തായിച്ചന്റെ അന്നമ്മയുടെ ഒരേ ഒരു മകനാണ് ഈ പറയുന്ന ഇസഹാക്ക് കാലിബ് മൈക്കിൾ. കറിയച്ചൻ പറഞ്ഞത് സാർ ബാച്ചിലർ ആണ്, കുടുംബം മൊത്തം പുള്ളിക്ക് പെണ്ണ് നോക്കുന്നുണ്ട്, പുള്ളിക്ക് ആരെയും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെയാണ്. അതുകൊണ്ട് ഇനി കോളേജ് സ്റ്റുഡൻസിന്റെ ടീച്ചേഴ്സിന്റെ ഒരു മത്സരമായിരിക്കും മോളെ. പിന്നെ ഇവനെ പോലത്തെ ഒരു ഊളയ്ക്ക് വേണ്ടി മത്സരിക്കാൻ ഈ റാഹലിനെ എന്തായാലും കിട്ടില്ല. കാട്ടാളൻ. എന്റെ മിലി പിന്നുണ്ടല്ലോ, പുള്ളിയുടെ അപ്പച്ചൻ ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് ഈ കോളേജിലേക്ക് വന്നത് പോലും. പുള്ളി കാനഡയിലെങ്ങാണ്ട് പോയി കെമിസ്ട്രി റിസർച്ച് ചെയ്യാനിരുന്നതാണ്. പുതിയൊരു ടീച്ചർ വരുന്നത് വരെയുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. എന്നാൽ ഉറപ്പ് ഇയാളുടെ സ്വഭാവം വെച്ച് നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടത്തില്ലായിരിക്കും. ഇതാകുമ്പോ നല്ല കളക്ഷൻ ഉണ്ടല്ലോ, ആരെങ്കിലും ഒക്കെ വീഴുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അപ്പൻ. പെണ്ണ ഇല്ലാവചനമൊന്നും അറിയാൻ മേലാത്ത ആളെ പറ്റി പറയരുത് കേട്ടോ. എന്താണെങ്കിലും ആള് കൊള്ളാം, ഏത് പെണ്ണും ഒന്ന് നോക്കിപ്പോകും. എന്തൊരു ഗാംഭീര്യമാണ് സൗണ്ടിന്, കാണാനോ അഡാർ ലുക്കും. കോപ്പാണ്, കാശിന്റെ അഹങ്കാരമാണ് പൊന്നുമോന്. അതുകൊണ്ട് ഇനി ഈ റാഹേന്റെ അടുത്തേക്ക് വന്നാൽ അവ വിവരം അറിയും. അവൾ അതൊന്നുകൂടി മനസ്സിൽ പറഞ്ഞുറപ്പിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. അവൾക്കൊപ്പം തന്നെ അനഘയും. കെമിസ്ട്രി സെക്കൻഡ് ഡേ ക്ലാസ് റൂമിൽ അപ്പോൾ ഒരു പൂരപ്പറമ്പിന്റെ അന്തരീക്ഷമായിരുന്നു. ടീച്ചർ ഇല്ലാത്ത ഫ്രീ ടൈം ആയതുകൊണ്ട് പിള്ളേരാകെ അഴിഞ്ഞാടുകയാണ്. ഡെസ്കിൽ കൊട്ടുപാട്ടുകാരും വിസിലടിയും പേപ്പർ റോക്കറ്റ് പറത്തലുമായി ക്ലാസ് ആകെ പുകയുകയാണ്. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി തൂക്കി. മുൻവശത്തെ രണ്ടാമത്തെ ബെഞ്ചിൽ മിലാന, റാഹേലും അനഘയും രാഗിയും ഇരിപ്പുണ്ട്. പക്ഷെ റാഹേലിന്റെ മുഖത്ത് വാല് കരിഞ്ഞ പൂച്ചയുടെ ഭാവമാണ്. കയ്യിലിരുന്ന പേന ഡെസ്കിൽ കുത്തി പൊട്ടിക്കാൻ പാകത്തിന് അവൾ കലിപ്പിലാണ്. ഡി റാഹേൽ, നീ ഒന്ന് കൂളാവ്. രാവിലെ ഗേറ്റിൽ വെച്ച് ആ ബൈക്കുകാരൻ സാറ് കാണിച്ച മാസ് കണ്ട് ക്യാമ്പസിലെ പിള്ളേർ മൊത്തം ഫാനായിരിക്കുകയാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. മാനേജ്മെന്റിന് വിപരീതമായി പ്രവർത്തിച്ചാൽ വീട്ടിലിരിക്കാം എന്ന ഒറ്റ ഡയലോഗിൽ അടി തീർന്നില്ലേ? അനഘ വായിന്ന് വെള്ളം മറുകിക്കൊണ്ട് പറഞ്ഞു. ഓ, വലിയൊരു ഡൽഹി റിട്ടയർഡ് സാറ് വന്നിരിക്കുന്നു. അവന്റെ ഒരു ജാട എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഇനി എന്റെ മുന്നിലെങ്ങാനും വന്ന് വലിയ ആളാവാൻ നിന്നാൽ അവന്റെ പ്രൊഫസർ പദവി ഞാനങ്ങ് മറക്കും, നോക്കിക്കോ. റാഹേൽ പല്ലിരുമി. ആരെയാണ് നീ മറക്കാൻ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് ക്ലാസിന്റെ മുൻവാതിലിൽ നിന്ന് ആ ഗാംഭീര്യമുള്ള ഒച്ച കേട്ടതും ക്ലാസ് റൂം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സ്തംഭിച്ചു. വിസിൽ അടച്ചവന്റെ വിസിൽ തൊണ്ടയിൽ കുടുങ്ങി. പേപ്പർ റോക്കറ്റ് എറിഞ്ഞവൻ ഡെസ്കിനടിയിലേക്ക് ഒളിച്ചു. റാഹേൽ ഞെട്ടി സാവധാനം തല ഉയർത്തി. കയ്യിൽ ഒരു ഫയലുമായി ചുണ്ടിൽ ആ വശ്യമായ കുസൃതി ചിരിയോടെ വാതിൽ ചാരി നിൽക്കുകയാണ് മറ്റാരുമല്ല, ഇസഹാക്ക് സാർ.